+1 ഇംപ്രൂവ്മെന്റ് ക്ലാസിന്റെ അടുത്ത ക്ലാസ് നാലാമത്തെ പാഠമായ ടോബ ടാക്സിംഗ് എന്ന പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു അഫ്സാനയാണ്. എന്താണ് അഫ്സാന? നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 36 അഫ്സാനയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഞാൻ വായിക്കാം, അത് നോട്ട് ചെയ്ത് വെക്കുക. അഫ്സാന 20वीं सदी के अवाइल की पैदावार है. അഫ്സാന എന്നത് 20वीं सदी 20ാം നൂറ്റാണ്ടിന്റെ അവായിൽ കി തുടക്കത്തിലുള്ള പൈദാവാർ ഹെ ഒരു ഉൽപ്പന്നമാണ്, ഒരു സാഹിത്യ ഉൽപ്പന്നമാണ് അഫ്സാന. तेजी से बदलते हुए जमाना का साथ देने वालों के लिए मुख्तसर अफसाना खास कशिश रखता है. तेजी से बदलते हुए സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുന്ന ജമാനയ്ക്ക് സാത്ത് ലോകത്തോടൊപ്പം ദേനെ വാലോം കെ ലിയെ നിൽക്കുന്നവർക്ക് മുഖ്തസർ അഫ്സാന ഖാസ് കശിഷ് രഖ്താ ഹെ. മുഖ്തസർ അഫ്സാന ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്നു. अफसाना इस कहानी को कहते हैं जिसमें जिंदगी की सच्चाइयों का बयान होता है. അഫ്സാന എന്നത് ഇസ് കഹാനിക്കോ കഹത്തെ ഹെ, ഇത്തരം കഥകൾക്കാണ് പറയുന്നത്. ജിസ്മേ ജിന്ദഗി കി സച്ചായിയോം കാ ബയാൻ ഹോത്താ ഹെ, അതിൽ ജീവിതത്തിന്റെ സച്ചായി സത്യസന്ധതകളെ കുറിച്ചുള്ള ബയാൻ ഹോത്താ ഹെ വിവരണമായിരിക്കും. അതായത് ജീവിതത്തിന്റെ നഗ്ന യാഥാർത്ഥ്യങ്ങളായിരിക്കും അഫ്സാനയിൽ പരാമർശിക്കപ്പെടുന്നത്. നക്കാദ് ने अफसाना की मुख्तलिफ तारीफें बयान की है. നക്കാദ് നിരൂപകർ അഫ്സാനയ്ക്ക് മുഖ്തലിഫ് താരീഫെ അഫ്സാനയുടെ വ്യത്യസ്ത നിർവചനങ്ങൾ ബയാൻ കി ഹെ വിവരിച്ചിട്ടുണ്ട്. ഏക നക്കാദിനെ കഹാ ഹെ, ഒരു നക്കാദ് ഒരു നിരൂപകൻ പറഞ്ഞിട്ടുണ്ട്, അഫ്സാന ഐസി നസരി തഖ്ലീഖ് ഹെ ജോ ഏക് ഹി നശിസ്ത് മേ പഠി ജാ സകെ. അഫ്സാന ഐസി നസരി തഖ്ലീഖ് ഹെ, ഇങ്ങനെയുള്ള ഒരു ഗദ്യ സൃഷ്ടിയാണ്. ജോ ഏക് ഹി നശിസ്ത് മേ പഠി ജാ സകെ, അത് ഒരൊറ്റ ഇരുത്തത്തിൽ വായിച്ച് തീർക്കാൻ പറ്റും. ഏകോർ നക്കാദ് കാ കൗൽ ഹെ, മറ്റൊരു നിരൂപകന്റെ വാക്കാണ്, അഫ്സാന മേ ബുനിയാദി ചീസ് വഹ്ദത്തെ തഅസ്സുർ ഹെ. അഫ്സാനയിലെ അടിസ്ഥാനമായ കാര്യം വസ്തു വഹ്ദത്തെ തഅസ്സുർ എന്ന് വെച്ചാൽ അതിന്റെ ഇഫക്റ്റീവ് യൂണിറ്റ് എന്ന് പറയാം, അതായത് സ്വാധീനിക്കാനുള്ള കഴിവ്. ഇനി നമുക്ക് ചില ഉറുദുവിലെ പ്രധാനപ്പെട്ട അഫ്സാന നിഗാറിനെ കുറിച്ച് മൂന്നാമത്തെ പാരഗ്രാഫിൽ ചോദിക്കും. അപ്പം കിസിയക്ക് ഏതോ അഫ്സാന നിഗാറോക്കെ നാം ലിഖി എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എഴുതിയാൽ മതി. ഉറുദുക്കെ അഹം അഫ്സാന നിഗാറോമേ, ഉറുദുവിലെ പ്രധാനപ്പെട്ട അഫ്സാന നിഗാർ അവരുടെ പേരാണ് പ്രേംചന്ദ്, അലി അബ്ബാസ് ഹുസൈനി, സആദത്ത് ഹസൻ മണ്ടോ, ഇസ്മത്ത് ചഗത്തായി, രാജേന്ദ്ര സിംഗ് ബേദി, കൃഷ്ണൻ ചന്ദർ, ഗുലാം അബ്ബാസ്, ഖുറത്തുല്ലൈൻ ഹൈദർ और इंतजार ഹുസൈൻ. അപ്പൊ അതിലേതെങ്കിലും കുറച്ച് ആളുകളുടെ പേര് ഓർമ്മിച്ച് വെക്കുക. ഏതെങ്കിലും അഫ്സാനയുടെ പേര് പറയാൻ വേണ്ടി ചോദിച്ചാൽ ആ അഫ്സാനയാണ്. പല അഫ്സാനകളുണ്ട്, അതിലൊന്നാണ് നമ്മൾ ഈ പഠിക്കുന്ന ടോബ ടാക്സിംഗ് എന്ന് പറഞ്ഞാൽ മതി. ഈ ടോബ ടാക്സിംഗ് എന്ന അഫ്സാന എഴുതിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ കഥാകാരന്മാരുടെ കൂട്ടത്തിൽ സആദത്ത് ഹസൻ മണ്ടോ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് 37ാമത്തെ പേജിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. സഹാദത്ത് ഹസൻ മണ്ടോ ജില ലുധിയാന പഞ്ചാബ് മേം പൈദാ ഹുയെ, പഞ്ചാബിലെ ലുധിയാനയിലാണ് ജനിച്ചത്. ഇബ്തിദായി താലീം കെ ബാദ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആലാ താലീം കെ ലിയെ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അലിഗഡ് ചലേ അലിഗഡിലേക്ക് പോയി. ഏക സമാനെ മേം തർക്കി പസന്ദ് തഹരീക്ക് സെ മുൻസലിക് രഹെ, ഒരു കാലഘട്ടത്തിൽ തർക്കി പസന്ദ് തഹരീക്കുമായി ഇണങ്ങി ചേർന്ന് പ്രവർത്തിച്ചു. തർക്കി പസന്ദ് തഹരീക്ക് എന്ന് പറഞ്ഞാൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്ന് പറയും. അതായത് നമ്മുടെ കവിതയിലും സാഹിത്യങ്ങളിലുമൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങിയ ചില നിബന്ധനകളോടുകൂടി കൂടുതൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കലയും സാഹിത്യവും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. അതിന്റെ ചലനം എല്ലാ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഉറുദുവിലും ഉണ്ടായിട്ടുണ്ട്. ഇവത്തിദാമെ അഖബാർ മുസാവാത്ത് സെ വാബസ്ത രഹെ, മുസാവാത്ത് അല്ലെ മസാവാത്ത് എന്ന പത്രവുമായി ആദ്യം ബന്ധം പുലർത്തി. फिर हफ्ता रोजा मुसव्विर की इदारत के फराइज अंजाम देते
പിന്നെ ഹഫ്തറോസ ഒരു വാരികയായ മുസവ്വിർ എന്ന ഒരു സ്ഥാപനവുമായി ഒരു പത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡ്യൂട്ടികൾ നിർവഹിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ കഥയെക്കുറിച്ച് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, തമാശ മണ്ടൂക്ക പഹല അഫ്സാന ഹെ. മണ്ടുവിന്റെ ആദ്യത്തെ അഫ്സാനയാണ് തമാശ. ഉറുക്ക പഹല അഫ്സാന എന്ന് കൊടുത്തിട്ട് ചിലപ്പം ചോദിച്ചേക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു അഫ്സാനയുടെ പേര് പറയാൻ പറഞ്ഞാൽ തമാശ എന്ന് പറയാം. അതുപോലെ മണ്ടുവിന്റെ മറ്റൊരു അഫ്സാനയെ കുറിച്ച് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയാൻ പറ്റും. മണ്ടു കെ അഫ്സാനോ കി സബ്സെ ബഡി ഖൂബി ഹഖീഖത്ത് നിഗാരി ഹെ. അദ്ദേഹത്തിന്റെ അഫ്സാനകളുടെ ഏറ്റവും നല്ല ഗുണം അതിന്റെ ഹഖീഖത്ത് നിഗാരി, അതായത് യാഥാർത്ഥ്യ വിലയിരുത്തലാണ്, യാഥാർത്ഥ്യം വരച്ച് കാണിക്കൽ. മണ്ടുവിനെ സിയാസി മസായിൽ കെ മൗസൂഅത്ത് പർ ഭി കലം ഉഡായ ഹെ. മണ്ടു സിയാസി മസായിൽ പർ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് അതിന്റെ മൗസൂഅത്ത് പർ ടോപ്പിക്കിനെ കുറിച്ചും കലം ഉഡായ ഹെ എഴുതിയിട്ടുണ്ട്. കലം ഉഡാന എഴുതുക. അഫ്സാനോങ്കി അലാവ അഫ്സാനകളെ കൂടാതെ മണ്ടോനെ ഡ്രാമെ ഹാക്കെ और अदबी मज़ामीन भी तहरीर की है. ഡ്രാമകളും ഹാക്കകളും അതുപോലെ സാഹിത്യ ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ശിക്കാരി ഔരത്തെ ടണ്ടാ ഗോസ്ത് സടക്ക് കെ കിനാരെ ഖാലി ബോത്തലെ और ഖാലി ഡബ്ബെ വഗൈറ ഉनके മശഹൂർ അഫ്സാന भी मजमूए है. അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങൾ ആണ്. ഏതാനും കഥാസമാഹാരങ്ങളും അതിൽ പഠിച്ച് വെക്കുക. ഇത്രയാണ് അത്. പിന്നെ ഈ തോബ ടാക്സിംഗ് എന്ന അഫ്സാനയുടെ പ്രത്യേകത, ഇത് തഖ്സീമെ ഹിന്ദ്, അതായത് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു കഥയാണ്. അപ്പം തഖ്സീമെ ഹിന്ദ് കെ മസായിൽ പർ ലിഖേ ഹുവേ അഫ്സാന കാ നാം ലിഖിയേ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസറും എന്ത് തന്നെയാണ്? ടോബ ടാക്സിംഗ് എന്ന് പറയാം. ഐസയാക്ക് അഫ്സാന നിഗാർ കാ നാം ബോലി എന്ന് പറഞ്ഞാൽ പിന്നെ സാദത്ത് ഹസൻ മണ്ടു എന്ന് പറയാം. ഇനി ആ പാഠത്തില് മറ്റു ചില ചോദ്യങ്ങൾ നമുക്ക് കാണാം. അതില് ഒന്നാമത്തെ ചോദ്യം അഖ്ലാഖി കൈദിയോം കി തര. പാഠത്തിലേക്ക് കടക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. അഖ്ലാഖി കൈദിയോം കി തര പാഗലോം കാ തബാദുല ഭി ഹോനാ ചാഹിയെ. ഈ സാമൂഹിക തടവുകാർ അവരെ പോലെ തന്നെ ഈ ഭ്രാന്തി പിടിച്ച ആളുകളെയും രാജ്യത്തിൽ നിന്ന് മാറ്റണം. അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കുമ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്കും അവിടെയുള്ള ഹിന്ദുക്കളെ ഇന്ത്യയിലേക്കും മാറ്റണം. അത് ഗവൺമെന്റിന്റെ ഒരു തീരുമാനമാണ്. ये तकसीम हिंद के दौरान अखबार में आई हुई सुर्खी है. ഇത് ദേശവിഭജനത്തിന്റെ അവസരത്തിൽ പത്രങ്ങളിൽ വന്ന ഒരു തലക്കെട്ടാണ് സുർഖി. उसकी रोशनी में एक अखबारी रिपोर्ट सेल के इशारों की मदद से तैयार कीजिए. ഇതിന്റെ വെളിച്ചത്തിൽ ഒരു പത്ര റിപ്പോർട്ട് താഴെ കൊടുത്ത സൂചനകളുടെ അടിസ്ഥാനത്തിൽ എഴുതുക എന്നാണ്. അപ്പം തക്സീമെ ഹിന്ദ് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ, പാകലോങ്ക തബാദല ഭ്രാന്തന്മാരുടെ മാറ്റം, സർക്കാരി ഹുക്കൂമത്ത് ഗവൺമെന്റ് ഓർഡർ, മുഖററ വക്ത് നിശ്ചിത സമയം. ഇത് വെച്ചിട്ട് നമ്മളൊരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ഹെഡിങ് നമുക്ക് വേണമെങ്കിൽ മേലെയുള്ളത് തന്നെ കൊടുക്കാം. അഖ്ലാഖി കൈദിയോങ്കി തര പാകലോങ്ക തബാദല ഭി ഹോനാ ചാഹിയെ. ഇനി ഒരു സ്ഥലം കൊടുക്കാം, ന്യൂഡൽഹി. പിന്നെ ഒരു ഡേറ്റ് കൊടുക്കാം. അതിന്റെ ശേഷം हिंदुस्तान और पाकिस्तान की हुकूमत ने तैयार किया, हुकूमत ने फैसला किया है कि തീരുമാനിച്ചിരിക്കുന്നു तकसीम हिंद के बाद पाकिस्तान के हिंदू पागलों को हिंदुस्तान तक और उधर के मुस्लिम पागलों को पाकिस्तान तक तबादला करना चाहिए. उसके लिए गवर्नमेंट ने एक महीने का वक्त मुकर्ररा भी किया है. उसके बारे में लोगों के दरमियान बहुत राय पेश की गई है. ये बहुत चर्चा का बाइस हुआ है. ഇങ്ങനെയൊക്കെ കുറച്ച് സെന്റൻസുകൾ എഴുതി ഒരു റിപ്പോർട്ട് രൂപത്തിൽ ആക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ ചോദ്യം एक पागल ने तकसीम के चक्कर में गिरफ्तार होकर और ज्यादा पागल हो गया और दरख्त के टहने पर बैठकर मुसलसल तकरीर करने लगा. ഒരു ഭ്രാന്തൻ
ഈ വിഭജനത്തിന്റെ പ്രശ്നത്തെ തുടർന്ന് അതിലകപ്പെടുകയും കൂടുതൽ ഭ്രാന്തനായി മാറി ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തുടർച്ചയായി പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഉസ്നെ അപ്പനി തക്ലീർ മേ ക്യാ ക്യാ ബത്തായാ ഹോഗ, അവൻ തന്റെ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക ഒക്കെ തക്ലീർ തയ്യാർ കീജിയെ എന്നാണ്. അപ്പൊ ഇന്ത്യ വിഭജനത്തെ കുറിച്ച് നടത്തുന്ന ഒരു പ്രസംഗം എഴുതുകയാണ് വേണ്ടത്. അപ്പൊ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ആദാബ് എന്ന് പറഞ്ഞ്, പിന്നെ മുഹത്തറം ലോഗോ, ബഹുമാനപ്പെട്ട ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. അതില് ഇന്ത്യയുടെ വിഭജനവും അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് അവതരിപ്പിക്കാം. ഇതൊക്കെ സിയാസി ലോകിനെ फैसला किया है कि हमें इस जमीन से दूसरे जमीन तक पहुंच जाने को हम उसके खिलाफ आवाज उठाना चाहिए, वरना हमारी पहचान ही खो जाएगा. ഇങ്ങനെ കുറച്ച് സെന്റൻസുകൾ എഴുതിയിട്ട് അതിന്റെ ദോഷങ്ങളൊക്കെ പറയുന്ന രൂപത്തിൽ അവതരിപ്പിച്ചാൽ അതിന്റെ ആൻസർ ആകും. ഇനി മൂന്നാമത്തെ ചോദ്യം, ടോബ ടാക്സിംഗ് में बिशन सिंह का किरदार तकसीम हिंद के शहीदों की एक जिंदा तस्वीर है. ടോബ ടാക്സിംഗിൽ ബിഷൻ സിംഗ് എന്ന ക്യാരക്ടർ ഇന്ത്യ വിഭജനത്തിന്റെ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഒരു ജീവിക്കുന്ന ചിത്രമാണ് എന്നാണ്. ബിഷൻ സിംഗ് എന്നാണ് ടോബ ടാക്സിംഗ് എന്നറിയപ്പെടുന്ന ആളുടെ പേര്. ഇപ്പം ബിഷൻ സിംഗ് ആണ് ഉസ്ക അഹം കിർദാർ. ഇസ് അഫ്സാനെ കാ അഹം കിർദാർ കോൻ ഹെ എന്ന് ചോദിച്ചാൽ ബിഷൻ സിംഗ് ആണ്. तो बिशन सिंह के किरदार के खसूसियत और अहमियत का तयन करते हुए एक नोट तैयार कीजिए. बिशन സിംഗിന്റെ ക്യാരക്ടറുടെ പ്രത്യേകതയും പ്രാധാന്യവും വിവരിച്ചുകൊണ്ട് ഒരു നോട്ട് തയ്യാറാക്കുക എന്നാണ്. അപ്പൊ ഇങ്ങനെ എഴുതാ, बिशन सिंह टोबा टैक्सिंग के नाम से बुला जाता है. वो सादत हुसैन मंडू के अफसाना टोबा टैक्सिंग का अहम किरदार है. वो लाहौर के टोबा टैक्सिंग से आए गए एक पागल है. वो एक जमींदार है. वो इस तकसीम हिंद के चक्कर में गिरफ्तार होकर ज्यादा पागल हो गया और उसके बारे में चर्चा करते रहे. आखिर में तकसीम तबादला का वक्त आए तो वो तबादले के खिलाफ कायम गए और हिंदुस्तान और पाकिस्तान के हद्दों के दरमियान मर गए. ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എഴുതേണ്ടത്. അതുപോലെ ബാക്കി കാര്യങ്ങൾ പാഠം വായിച്ചാൽ മനസ്സിലാകും, എഴുതാം. और आपके स्कूल के लिटरेरी क्लब के तहत मुख्तसर अफसानों की अहमियत पर एक निशिस्त होने वाली है. നിങ്ങളുടെ സ്കൂളിലെ സാഹിത്യ ക്ലബിന് കീഴിൽ മുഖ്തസർ അഫ്സാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു സിറ്റിംഗ് നടക്കുകയാണ്. उसमें अफसाना टोबा टैक्सिंग पर बात करने का मौका अगर आपको मिला तो इस अफसाने की अदबी और तारीखी अहमियत पर क्या क्या बताएंगे. അപ്പൊ അതിൽ ടോബ ടാക്സിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ പറയുമെന്നാണ്. അപ്പൊ നേരത്തെ നമ്മൾ അഫ്സാനയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള്, ടോബ ടാക്സിന്റെ സാദത്ത് ഹസൻ മണ്ടുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള്, പിന്നെ ഈ തക്സീമെ ഹിന്ദ്, ബിഷൻ സിംഗ്, ഈ കാര്യങ്ങളൊക്കെ കുറച്ച് എഴുതിയാല് അതിന്റെ ആൻസറായി മാറും. इनी अंजामत एक तहकीकी रिपोर्ट के मुताबिक आजकल हमारे समाज में नफ्सियाती बीमारियां बढ़ रही है. ഒരു ഗവേഷണ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഫ്സിയാത്തി ബീമാരിയ, മാനസിക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ ഏക സിഹത്ത്മന്ദ് സമാജക്ക് അലാമത്ത് നഹി ഹെ, ഇത് ഒരു ആരോഗ്യമുള്ള സമുദായത്തിന്റെ ലക്ഷണമല്ല. ഈ സൂറത്തെ ഹാൽ പർ ആപ്പ് അപ്പനെ ഖയാലാത്ത് കാ ഇസ്ഹാർ കീജിയെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുക എന്നാണ്. അപ്പം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നത് ശരിയാണ് എന്നത് ആ സെൻറ്റൻസ് തന്നെ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അതിൻ്റെ ശേഷം അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താം. ഒന്ന്, പല കാരണങ്ങളുണ്ട്. ഒന്ന് ബേക്കാരി ഉണ്ട്, തൊഴിലില്ലായ്മയുണ്ട്. പിന്നെ മാലി മസായിൽ, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. ബേ മസാവാത്തി, അതായത് സമുദായത്തിലെ സമത്വമില്ലാത്ത അവസ്ഥകൾ. ഖാൻദാനി മസായിൽ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ. और काम के मैदान के मसाइल, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ പലജാതി പ്രശ്നങ്ങൾ, അത്തരങ്ങൾ പ്രശ്നങ്ങളെ കുറിച്ച് എഴുതാം. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലില്ലായ്മക്കാണെങ്കിൽ बेकार लोगों के लिए काम देने का मंसूबा तैयार करना और मुख्तलिफ मसाइलों में मुश्किलात सहने पड़े लोगों की मदद करना
और उस तरह मुश्किलात सहने लोगों के लिए मौइज़त नसीहത്ത് देने का इंतजाम करना. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതി അതിൻ്റെ ആൻസർ ആകും. ഇനി ആറാമത്തത് ദഹിസ്ത് ഗിർദി തഅസ്സുബ് ഫിർഖ വാറാന ഫസാദാത്ത് वगैरह इत्तिहाद और कौमी यकजहती के लिए बहुत बड़ी धमकियां है. दहशतगर्दी ഭീകരവാദം, തഅസ്സുബ് വർഗീയത, ഫിർഖവാരാന ഫസാദത്ത് വിഭജനാനന്തര കലാപം ഇവയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം और कौमी यकजहती നാഷണൽ ഇന്റഗ്രേഷനും ബഹുത്ത് ബഡി ധംകിയാം ഹെ വളരെ വലിയ ഭീഷണികളാണ്. യൗമെ ആസാദിക്ക് ജൽസെ മേ ശിർക്കത്ത് കർത്തേ ഹുവേ സ്വാതന്ത്ര്യ ദിനത്തിലുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ പോസ്റ്റർ വ്യാഖ്യാനിക്കാത്ത പേഷ്കരെങ്കിൽ അതിനെക്കുറിച്ച് എന്തൊക്കെ അവതരിപ്പിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഹമാരെ സമാജ് ലിയേ ബഹുത്ത് വലിയ ആദാത്ത് ഹെ എന്ന് പറഞ്ഞുകൊണ്ട് ദഹിസ്തകൃതിയെ കുറിച്ച് പറയാം. ഹമാരെ ഹിന്ദുസ്ഥാൻ ഏക് വൈറ് മസ്ഹബ്ദാരി മുൽക്ക് ഹെ ഒരു മതേതര राज्यമാണ്. उधर में एक मजहब वाले दूसरों पर हमला करना और दूसरे मजहब वालों की इबादत गाहों और शियारों की बर्बाद करना, बेइज्जती करना वगैरह अच्छा तरीका नहीं है. और दूसरे मजहब और ग्रोह के लोगों के साथ गज़ब से सलूक करना अच्छा नहीं है. हम सब हिंदुस्तान के लोग हैं, इसलिए हिंदुस्तानियों के हैसियत में हम इत्तिहाद के साथ जिंदा रहना चाहिए. ഇങ്ങനെ കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾക്കറിയുന്നതിനനുസരിച്ച് എഴുതി കൊടുക്കുക. ഏഴാമത്തെ ചോദ്യം തക്സീമെ ഹിന്ദ് അസൽ മേ സിർഫ് ദോ മുൽക്കോം കി തക്സീം ഹി നഹി. ഇന്ത്യ വിഭജനം യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങളുടെ മാത്രം വിഭജനമല്ല, ബൽക്കെ ദോ ദിലോം കി ജുദായി ഹെ രണ്ട് മനസ്സുകളുടെ വേർപാടാണ്. इस मौजू पर उर्दू जुबान में कई अदबी तख्लीकात शाई हो चुकी है. ഈ വിഷയത്തെക്കുറിച്ച് ഉറുദു ഭാഷയിൽ ധാരാളം സാഹിത്യ സൃഷ്ടികൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഉന്മേൻ സെ കിസി ഏക് പർ മുഖ്തസർ നോട്ട് ലിഖി ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നോട്ട് എഴുതുക എന്നാണ്. അതിന് ടോബ ടാക്സിങ്ങിനെ കുറിച്ച് തന്നെ നോട്ട് എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. ഇനി താഴെയുള്ളത് നീച്ചെ ദിയേ ഗയേ അൽഫാസ് പർ ഗൗർ കീജിയെ താഴെ കൊടുത്ത പദങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. उनमें से वाहिद और जमा अलग करके जुमलों में इस्तेमाल कीजिए. അതില് വാഹിദ് ഏകവചനവും ബഹുവചനവും പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കുക എന്നാണ്. ഇപ്പൊ ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്, ബഹുവചനം ഒന്നിൽ കൂടുതലിനെ സൂചിപ്പിക്കുന്നതാണ്. അതില് ബഹുവചനങ്ങൾ സാധാരണ അവസാനം ഇയാം ചേർത്തുകൊണ്ടും ഏ ചേർത്തുകൊണ്ടും ആയിയാം ചേർത്തുകൊണ്ടും ഒക്കെ വരും. ചില പദങ്ങൾ ഏകവചനവും ബഹുവചനവും ഒരുപോലെ തന്നെയുള്ളത് അങ്ങനെയുമുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ നോക്കിയാൽ ഖയാൽ എന്നത് ഏകവചനമാണ്, വാഹിദ് എന്നാണ് അതിന് പറയുക. മേരെ ഖയാൽ മേ, ഹമാരി ഹിന്ദുസ്ഥാൻ മേ, ശാന്തി ഹോന ഹമാരി മുൽക്ക് കി തർക്കി കെ ലിയേ ബഹുത്ത് സറൂരി ഹെ. ഇത് ജുംലയാണ്. തയ്യാരിയാം എന്നത് ജമാണ്, തയ്യാറെടുപ്പുകൾ. അബ് കേരള മേ ഇന്തിഖാബ് കി തയ്യാരിയാം ഹോ രഹി ഹെ. ഇന്ത്യയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഖബർ ഏകവചനമാണ്. സമാജ അഖ്ബാറോ മേ സഹീഹ് ഖബർ ദേനാ ചാഹിയെ. പത്രങ്ങളിൽ ശരിയായ റിപ്പോർട്ടുകൾ കൊടുക്കൽ ആവശ്യമാണ്. പാഗൽ ഭ്രാന്തൻ. ആജ്കൽ ഹിന്ദുസ്ഥാൻ മേ പാഗലോं की तादाद बढ़ रही है. കപ്പട ജമാണ്, ബഹുവചനാണ്, വസ്ത്രങ്ങൾ. बच्चे ईद के दिन अच्छे कपड़े पहनते हैं. बेटी मകൾ वाहिदाണ്. मेरी बेटी एक अक्लमंद लड़की है. मिठाइयाँ मधुर पलहारങ്ങൾ. छोटे बच्चे मिठाइयाँ बहुत पसंद करते हैं. ഇത് ജമാണ്. ഫൂൽ എന്നത് ജമായിട്ടും ഏകവചനമായിട്ടും ബഹുവചനമായിട്ടും ഉപയോഗിക്കുന്നതാണ്. अच्छे फूल की खुशबू ഹർ ലോഗ് പസന്ത് കർത്തേ ഹെ. അപ്പൊ ഇതിൽ ഇത്രയുമാണ് ഇന്നത്തെ സർഗർമിയാം. ഇനി ഈ പാഠഭാഗം വായിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു.